ആരാധനാലയങ്ങൾ മദ്യശാലകളേക്കാൾ അപകടമോ എന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നു. ദേവാലയങ്ങൾ അടച്ചിടുന്നതിൽ എന്ത് നീതിയാണ് ഉള്ളത് എന്ന് ചൂണ്ടിക്കാട്ടി വിശ്വാസികൾ രംഗത്ത് വരുന്നു. ലോക്ഡൌൺ മാനദണ്ഡങ്ങളിൽ ഇളവുകൾ നൽകിയ സാഹചര്യം നിലനിൽക്കുമ്പോൾ ബാറുകളും പൊതുഗതാഗതവും വീണ്ടും തുറന്നുകൊടുത്ത സാഹചര്യത്തിൽ കേന്ദ്ര കേരള സർക്കാരുകൾ ആരാധനാ വിഷയങ്ങളിൽ കാണിക്കുന്നത് ഇരട്ടത്താപ്പല്ലേ എന്ന് ചൂണ്ടിക്കാട്ടി ഇറങ്ങിയ വീഡിയോ ആണ് അനേകരെ ആകർഷിക്കുന്നത്. മാർച്ച് അവസാനത്തോടെയാണ് ലോക്ഡൌൺ ആരംഭിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ പൊതുവായ വിശുദ്ധ കുർബാന നടത്തുന്ന സാഹചര്യം നിലവിലില്ല. ദുഃഖവെള്ളിയും ഈസ്റ്ററും വീടുകളിലിരുന്നാണ് ഞങ്ങൾ ആഘോഷിച്ചത്. ഇതിനുവേണ്ടി പൂർണ്ണമായ സഹകരണമാണ് സഭയുടെ ഭാഗത്ത് നിന്ന് നൽകിയത്. എന്നിട്ടും എന്തിനാണ് ഈ വിവേചനം എന്ന് ചൂണ്ടിക്കാട്ടിയുള്ളതാണ് വീഡിയോ. വിശുദ്ധ കുർബാനയില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കത്തില്ലെന്ന് ഞങ്ങൾക്കും മനസ്സിലായി. എന്നിട്ടും ഗവൺമെന്റിന്റെ നിയമങ്ങൾ പാലിച്ച് നിയന്ത്രണങ്ങൾ അനുസരിച്ച് ഞങ്ങൾ ഇത്രയും ദിവസം വീട്ടിലിരുന്നു. COVID-19 എന്ന രോഗം സമൂഹത്തിൽ നിന്ന് മാറുന്നത് വരെ ലോക്ക്ഡൌൺ നീട്ടിവെക്കലും വീട്ടിലിരിപ്പും ഒക്കെ പ്രായോഗികമല്ല. കൊറോണയോടൊപ്പം ജീവിക്കുന്ന പുതിയ രീതികൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ മദ്യശാലകൾ തുറന്നതും ഗതാഗത മാർഗങ്ങൾ പുനഃസ്ഥാപിച്ചതും കാര്യങ്ങളെല്ലാം സാധാരണഗതിയിൽ മുന്നോട്ട് പോകുന്നതും. ഞങ്ങൾക്ക് ആരാധനാലയങ്ങൾ തുറന്നു തരൂ. മദ്യം വാങ്ങാൻ വരുന്നവർ നിയന്ത്രണങ്ങൾ പാലിച്ചു നിൽക്കുന്നതിനേക്കാൾ മനോഹരമായി ഞങ്ങളും നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് ആരാധനയിൽ പങ്കെടുക്കാം. മദ്യം ഒരു അത്യാവശ്യ ഘടകമല്ലായിരുന്നിട്ടും മദ്യശാലകൾ തുറന്നു. എന്നിട്ടും ആരാധനാലയങ്ങളുടെ നിയന്ത്രണങ്ങൾക്ക് ഇതുവരെ ഇളവുകളൊന്നും ലഭിച്ചിട്ടില്ല. 98% മതവിശ്വാസികൾ വസിക്കുന്ന ഈ നാട്ടിൽ വിശ്വാസം ഒരു അത്യാവശ്യ ഘടകമല്ലേ? അതവരുടെ മൗലിക അവകാശമല്ലേ? വിശ്വാസത്തിന് ജീവനേക്കാൾ വില കൊടുത്ത് ജീവിക്കുന്നവരാണ് ഞങ്ങൾ. ഞാനൊരു കത്തോലിക്ക വിശ്വാസിയാണ്. +1 വിദ്യാർത്ഥിയാണ്. ചെറുപ്പം മുതൽ ഞങ്ങളുടെ സഭയിൽ നിന്ന് ഞങ്ങൾക്ക് നല്ലൊരു വിശ്വാസ പരിശീലനം ലഭിച്ചിട്ടുണ്ട്. സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ വിശുദ്ധ ബലി അർപ്പിച്ചിരുന്ന ഒരാളാണ് ഞാൻ. എന്നിട്ടും ഈ ദിവസങ്ങളിൽ ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ മദ്യപാനികൾക്ക് അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അവരുടെ നിയന്ത്രണങ്ങൾക്ക് ഇളവ് വരുത്തിയിട്ടും എന്തുകൊണ്ട് വിശ്വാസം മാത്രം ഇനിയും നിയന്ത്രണ വിധേയമാക്കുന്നു? അത് വിശ്വാസികളുടെ മൗലിക അവകാശത്തെ നിഷേധിക്കുകയല്ലേ? സർക്കാർ കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ സഭയുടെ സ്ഥാപനങ്ങൾ, പള്ളികൾ, ആരാധനാലയങ്ങൾ എല്ലാത്തിലും നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. അല്പം വിഷമത്തോടെയാണെങ്കിലും വിശ്വാസികളെല്ലാം അതനുസരിച്ചു. ഞങ്ങളുടെ ഏറ്റവും വലിയ ആരാധനയും അനുസ്മരണ ദിവസങ്ങളുമായ പെസഹായും ദുഃഖവെള്ളിയും ഈസ്റ്ററും ഒക്കെ പള്ളിയിൽ പോകാൻ കഴിയാത്ത വിഷമത്തോടെ വീട്ടിലായിരുന്നു കൊണ്ട് മാധ്യമങ്ങളിലൂടെ ദിവ്യബലികൾ അർപ്പിച്ച് ഇതുവരെ ഞങ്ങൾ കഴിഞ്ഞു. എന്നാൽ നിയന്ത്രണങ്ങൾക്ക് ഇത്രയേറെ ഇളവുകൾ വന്നിട്ടും എന്തുകൊണ്ട് ആരാധനാലയങ്ങൾ മാത്രം അടച്ചിടുന്നു? ഇപ്പോൾ ഇതാ പരീക്ഷകളും ആരംഭിക്കുന്നു. 13 ലക്ഷം കുട്ടികളാണ് പരീക്ഷ എഴുതാനായി വരുന്നത്. ഇവിടെയെല്ലാം നിയന്ത്രണങ്ങൾ പാലിക്കാൻ സാധിക്കുന്നെങ്കിൽ ദേവാലയങ്ങളും നിയന്ത്രണങ്ങളോടുകൂടി തുറക്കുവാനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ മാസ്കുകൾ ധരിച്ചും സാമൂഹിക അകലം പാലിച്ചും ആരാധനയിൽ പങ്കെടുത്തുകൊള്ളാം. പ്രിയ പിതാക്കന്മാരെ, വൈദികരെ, നിയന്ത്രണങ്ങൾക്ക് ഇത്രയേറെ ഇളവുകൾ ലഭിച്ചിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ദിവ്യബലി അർപ്പിക്കാതെ മുന്നോട്ട് പോകുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിയന്ത്രണങ്ങളോടുകൂടെ എങ്ങനെ ദിവ്യബലി അർപ്പിക്കാമെന്ന മാർഗരേഖ തയ്യാറാക്കി സർക്കാരിനെ ബോധ്യപ്പെടുത്തി ദേവാലയങ്ങൾ തുറക്കുന്നതിനും ദിവ്യബലികൾ അർപ്പിക്കുന്നതിനുമുള്ള ക്രമീകരണങ്ങൾ എത്രയും വേഗം ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുന്നു. ഇതെന്റെ മാത്രം ആഗ്രഹവും ശബ്ദവുമല്ല. വിശ്വാസത്തിനും പ്രാർത്ഥനയ്ക്കും വില കൊടുത്ത് ജീവിക്കുന്ന അനേകം വിശ്വാസികളുടെ വേദനയാണ്. പ്രിയ വിശ്വാസികളെ, ഇത്രയും നാൾ ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങൾ നമ്മൾ പാലിച്ചു. ഇനിയും തുടരണം. പക്ഷേ മദ്യപാനികൾക്ക് അവരുടെ ആവശ്യങ്ങൾ ഇവിടെ നിറവേറ്റപ്പെടുമ്പോൾ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തണം. ഈ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് ആരാധനക്രമത്തോട് സഹകരിച്ചു പോകുവാൻ നമുക്കൊരുങ്ങാം, കാത്തിരിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.